വീട്ടിലുള്ള എല്ലാവരും, അച്ഛനടക്കം എല്ലാവരും, അച്ഛൻ, അമ്മ, പെങ്ങളെ കുട്ടി എല്ലാവരും മരണപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. വിജയുടെ വീട് ചൂരൽമലയായിരുന്നല്ലേ? അതെ അതെ, വീട് ചൂരൽമല സ്കൂളിന്റെ അടുത്തായിട്ടാണ് വീട്. നിങ്ങളുടെ വീടിന്റെ ഒരു അവസ്ഥ എന്താണ്? ഉറ്റവരും ഉടയവരൊക്കെ? വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിയാൻ പറ്റിയത് അങ്ങനെയാണ്. പിന്നെ വീട്ടിലുള്ള എല്ലാവരും, അച്ഛനടക്കം എല്ലാവരും, അച്ഛൻ, അമ്മ, പെങ്ങളെ കുട്ടി എല്ലാവരും മരണപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ബോഡിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയവർ അച്ഛനെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം പെങ്ങളുടെയും ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെങ്ങളെ കുട്ടീനെ കിട്ടിയിട്ടില്ല. അതുപോലെ അമ്മേനെ ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇന്നത്തേക്ക് 3-ാമത്തെ ദിവസമാണ്. ഇതുവരെ അവരെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കണ്ടെത്തിയത് പിന്നെ 2 ബോഡി കണ്ടെത്തി. അച്ഛൻ്റെയും അതുപോലെ പെങ്ങളുടെയും കണ്ടെത്തിയത് ചൂരൽമലയിൽ നിന്ന് തന്നെയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനം ആ മേഖലയിലൊക്കെ നടക്കുന്നുണ്ട്. നിലമ്പൂർ മേഖലയിലൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരച്ചിൽ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവം അറിഞ്ഞത്? നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നോ സമയത്ത്? ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ മലപ്പുറത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നുവെന്നിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിട്ടാണ് പറയുന്നത്. വീട്ടിലുള്ള എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇവിടേക്ക് വരാനുള്ള ശ്രമം നടത്തി. പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആലോചിച്ച് നിന്നപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞു ആംബുലൻസ് എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും, നിങ്ങൾ അതിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആംബുലൻസിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. നമ്മുടെ നാട് എന്താ പറയുക, ഒന്നുമില്ലാതെ ആയിട്ട് ഇങ്ങനെ ഒരു ആദ്യത്തെ ഒരു സംഭവമാണ്. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കണ്ടിട്ടില്ല. മറ്റു സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അനിയനുണ്ട്, 2 ആൾക്കാർ. എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം നമ്മുടെ കുടുംബത്തിൽ തന്നെ പറയുകയാണെങ്കിൽ 9ഓളം ആളുകൾ ഇപ്പോൾ പോയിട്ടുണ്ട് ഈ ഒരു ഉരുൾപൊട്ടലിൽ. അച്ഛൻ്റെ അനിയന്റെ വീടൊക്കെ നിങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ആയിരുന്നു? അതെ അതെ, എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീടുണ്ടായിരുന്നത്. ചൂരൽമല പാലത്തിനൊക്കെ അടുത്തായിട്ടായിരുന്നു? ടൗണിന് അടുത്തായിരുന്നു? ടൗണിനടുത്തായിട്ട് സ്കൂളുണ്ട്. സ്കൂളിന്റെ അതേ റോഡിന് കുറച്ചുകൂടി പോകേണ്ട ദൂരേ ഉള്ളൂ. ഒരിക്കലും ആ മേഖലയിലേക്കൊന്നും ഈ ഉരുൾപൊട്ടലോ അതിന്റെ നാശനഷ്ടങ്ങളോ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലയാണല്ലേ? അങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മോട് പറഞ്ഞത്. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സ്ഥലമായിരുന്നല്ലേ അതൊക്കെ? അതെ അതെ, നമ്മളിപ്പോ ഉരുൾ പൊട്ടുക എന്ന് വെച്ചാൽ എല്ലാവരും അവിടുത്തെ നാട്ടുകാരൊക്കെ വിചാരിച്ചത് പുഴയുണ്ടല്ലോ, പുഴേന്റെ കുറച്ച് വിട്ടിട്ടുള്ള വീടുകൾക്കൊന്നും ഇങ്ങനെ പ്രശ്നമില്ല. നമ്മളെ വീടൊക്കെ പുഴയിനോട് ചാരിയിട്ടല്ല, കുറച്ച് ദൂരെയാണ് പുഴയിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പുഴയിലൂടെ ആ വെള്ളമൊക്കെ പൊയ്ക്കോളും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇത് ഒരിക്കലും പുഴയിലൂടെ അല്ല ഈ ഉരുൾ പൊട്ടിയത്. നമ്മളൊക്കെ നടന്നു പോകുന്ന റോട്ടിലൂടെയും അങ്ങനെയൊക്കെയാണ് ഈ ഉരുൾ പൊട്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇവരൊക്കെ കണ്ടെത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ തരത്തിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ബെയിലി പാലം ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ എത്തിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ട്. കണ്ടെത്തും തന്നെ പ്രതീക്ഷിക്കാം. തരത്തിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ.